ഇസ്രയേലിൽ നെതന്യാഹുവിന്റെ കാര്യം കട്ടപ്പുകയായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതിന് മാത്രം ശക്തമായ ആഭ്യന്തര പ്രതിഷേധങ്ങളും സംഘർഷങ്ങളുമാണ് ഇസ്രായേലിനുള്ളിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റാരുമല്ല, ഇസ്രായേലിനെ ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യാൻ കയ്യും മെയ്യും മറന്ന് സർവ്വവിധ ആയുധങ്ങളും നൽകി സഹായിച്ചു വരുന്ന അമേരിക്ക തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നെതന്യാഹുവിന് ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന ഘട്ടത്തിലാണെന്നും നെതന്യാഹുവിന്റെ ഇതുവരെയുള്ള ഇടപെടലുകൾ ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിൽ ഗുണമല്ല, വൻ ദോഷമാണ് വരുത്തി വച്ചിരിക്കുന്നതെന്നും യുഎസിന്റെ റിപ്പോർട്ടിലുണ്ട്. ഇതിനിടെ സൈന്യത്തിൽ ചേരാൻ നിർബന്ധിച്ചാൽ കൂട്ടമായി രാജ്യം വിടുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ജൂത പുരോഹിതരുടെ തലവൻ രംഗത്തെത്തി. നിർബന്ധിത സൈനിക സേവനം സംബന്ധിച്ച പുതിയ നിർദ്ദേശം നടപ്പാക്കിയാൽ ഇസ്രായേലിൽ നിന്ന് കൂട്ടത്തോടെ രാജ്യം വിടുമെന്ന് മുതിർന്ന ജൂത പുരോഹിതനും ഇസ്രായേലി ചീഫ് സവാഡിക് ബി യോസഫാണ് സർക്കാരിനെതിരെ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ കോളിളക്കമാണ് ഇസ്രായേലിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ജനങ്ങളെ സൈന്യത്തിൽ ചേരാൻ നിർബന്ധിച്ചാൽ എല്ലാവരും വിദേശത്തേക്ക് പോകുമെന്ന് യോസഫ് വ്യക്തമാക്കി. ഞങ്ങൾ സ്വന്തമായി ടിക്കറ്റ് എടുക്കും, ഞങ്ങളെ സൈന്യത്തിലേക്ക് നിർബന്ധിക്കാനാവില്ല, സർക്കാരും ഇതിൽ കൂട്ടുനിൽക്കുകയാണ്. മതപഠന സ്ഥാപനങ്ങളില്ലെങ്കിൽ സൈന്യത്തിന് വിജയിക്കാനാകില്ലെന്ന് ഈ മതേതര ആളുകൾ മനസ്സിലാക്കണമെന്നും റബ്ബി യോസഫ് വ്യക്തമാക്കി. ഇസ്രായേൽ തുടരുന്ന ആസൂത്രിത വംശഹത്യക്കിടയിലാണ് യോസഫിന്റെ പ്രസ്താവന വരുന്നതിൽ സൈന്യത്തിന് നാണക്കേടുണ്ടെന്നും യഹൂദ മതപഠനശാലകളിലെ വിദ്യാർത്ഥികളെ നിർബന്ധിത സൈനിക സേവനത്തിന് സജ്ജമാക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഗസയിൽ ഹമാസുമായുള്ള യുദ്ധത്തിനിടെ നിരവധി ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത്. കൂടാതെ 10,000-കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ നല്ലൊരു ശതമാനം പേർക്കും ഗുരുതര വൈകല്യങ്ങൾ ബാധിച്ചിട്ടുണ്ട്. കൂടാതെ കടുത്ത മാനസിക പ്രശ്നങ്ങളും പല സൈനികരെയും അലട്ടുന്നുണ്ട്. ഇതിനിടയിലാണ് സർക്കാർ കൂടുതൽ പേരെ സൈന്യത്തിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. സൈനിക സേവനത്തിൽ നിന്ന് മതപഠന വിദ്യാർത്ഥികൾക്കുള്ള ഇളവ് നിർത്തലാക്കാനുള്ള പദ്ധതിക്കെതിരെ തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സൈനിക സേവനം വിസമ്മതിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഹരീതി ജൂതന്മാർ നടത്തിയ പ്രതിഷേധത്തിന് നേരെ പോലീസ് അക്രമം അഴിച്ചുവിടുകയുണ്ടായി. ഇസ്രായേൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടി. ഇസ്രായേലിൽ 100-കണക്കിന് ജൂതന്മാർ പ്രതിഷേധിക്കുകയും റോഡുകൾ തടയുകയും ചെയ്തതായി ഇസ്രായേലിലെ ചാനൽ 11 റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിലെ തീവ്ര ഓർത്തഡോക്സ് ജൂത വിഭാഗം നിർബന്ധിത സൈനിക സേവനത്തിന് എതിരാണ്. സൈനിക റിക്രൂട്ട്മെന്റിന് അർഹരായ 50,000 ഹരീതി ജൂത യുവാക്കൾ ഇസ്രായേലിൽ ഉണ്ടെന്നാണ് കണക്ക്. എന്നാൽ ഇതിൽ 1200 പേർ മാത്രമാണ് സൈന്യത്തിൽ ചേരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത്.